നമസ്കാരം, ജനഹിതം 24x7 സ്വാഗതം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഒരു നിമിഷം കൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അപ്രത്യക്ഷമായാൽ എന്ത് ചെയ്യും? സാങ്കേതിക വിദ്യ വളരുമ്പോൾ കൂടെ വളരുന്ന ഒന്നാണ് ഓൺലൈൻ തട്ടിപ്പുകൾ. എനിക്കിതൊന്നും സംഭവിക്കില്ല എന്ന അമിത ആത്മവിശ്വാസമാണ് പലപ്പോഴും നമ്മളെ ചതിക്കുഴികളിൽ വീഴ്ത്തുന്നത്. ഒരു ചെറിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലോ ഒരു OTP കൈമാറിയാലോ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടേക്കാം. ഇന്നത്തെ വീഡിയോയിൽ നിത്യജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാന ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചും അവയിൽ നിന്ന് എങ്ങനെ സ്വയം രക്ഷപ്പെടാമെന്നുമാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആയി എന്നോ അല്ലെങ്കിൽ KSEB ബില്ല് അടയ്ക്കാത്തതിനാൽ ഇന്ന് രാത്രി കറണ്ട് കട്ടാകുമെന്നോ പറഞ്ഞു വരുന്ന SMS-കൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂടെ ഒരു ലിങ്കും ഉണ്ടാകും. ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിന്റെ നിയന്ത്രണം തട്ടിപ്പുകാർക്ക് ലഭിച്ചേക്കാം. ഒരു ബാങ്കും സ്ഥാപനവും ലിങ്കുകൾ വഴി നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കില്ല എന്ന് ഓർക്കണം. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് വൺ ടൈം പാസ്വേഡ് അഥവാ OTP. എന്നാൽ ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്ന വ്യാജേന നിങ്ങളെ വിളിച്ച് ആരെങ്കിലും OTP ചോദിച്ചാൽ അത് ആപത്താണ്. ബാങ്ക് ഉദ്യോഗസ്ഥർ ഒരിക്കലും ഫോണിലൂടെ OTP ചോദിക്കില്ല. പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ OTP നൽകേണ്ട കാര്യമില്ല. പണം അക്കൗണ്ടിൽ നിന്ന് പോകാൻ മാത്രമേ OTP ആവശ്യമുള്ളൂ. വാട്സപ്പ് വഴിയും ടെലിഗ്രാം വഴിയും വരാറുള്ള വർക്ക് ഫ്രം ഹോം മെസ്സേജുകൾ ഇന്ന് വലിയൊരു കെണിയാണ്. തുടക്കത്തിൽ ചെറിയ ലാഭം നൽകി വിശ്വസിപ്പിക്കുകയും പിന്നീട് വലിയ തുകകൾ നിക്ഷേപിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി. രജിസ്ട്രേഷൻ ഫീസായി പണം ചോദിക്കുന്ന ഒരു ഓൺലൈൻ ജോലിയും വിശ്വസിക്കരുത്. പഴയ സാധനങ്ങൾ ഓൺലൈൻ വിൽക്കാൻ ശ്രമിക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. പണം അയച്ചു തരാം, ഈ QR കോഡ് സ്കാൻ ചെയ്യൂ എന്ന് പറഞ്ഞ് തട്ടിപ്പുകാർ മെസ്സേജ് അയക്കും. പണം സ്വീകരിക്കാൻ നമ്മൾ സ്കാൻ ചെയ്യേണ്ടതില്ല. നിങ്ങൾ കോഡ് സ്കാൻ ചെയ്യുന്ന നിമിഷം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം ഡെബിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന വീഡിയോ കോളുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘങ്ങൾ സജീവമാണ്. അപരിചിതരായ ആളുകളെ സോഷ്യൽ മീഡിയയിൽ സുഹൃത്തുക്കളാക്കുമ്പോഴും അതീവ ശ്രദ്ധ പുലർത്തണം. തട്ടിപ്പിനിരയായാൽ ഒട്ടും വൈകാതെ 1930 എന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുകയോ www.cybercrime.government.in എന്ന വെബ്സൈറ്റിൽ പരാതിപ്പെടുകയോ ചെയ്യുക. ആദ്യത്തെ 2 മണിക്കൂർ വളരെ നിർണായകമാണ്. അറിവില്ലായ്മയാണ് തട്ടിപ്പുകാരുടെ ആയുധം. അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവർ ചതിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ഈ അറിവ് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.